ശുഭാസ് കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് നല്ല രുചിയിലും നല്ല കളറിലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുകയും പൂരിക്കും ചപ്പാത്തിക്കൊപ്പം ചോറിനൊപ്പമൊക്കെ കഴിക്കാൻ പറ്റുന്ന നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ വെള്ളക്കടല വെച്ചിട്ട് നമുക്ക് നല്ലൊരു വെള്ളക്കടലക്കറി മസാല തയ്യാറാക്കാം. 2 കപ്പ് വെള്ളക്കടല ഇതേപോലെ ഞാൻ രാത്രി മുഴുവനും വെള്ളമൊഴിച്ച് വെച്ചിരുന്നു. നല്ലപോലെ കുതിർത്തെടുത്തതാണ്. ഇനി നമുക്കിത് ഒന്ന് പ്രഷർ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. കുക്കറിൽ ഇതിട്ട് കൊടുത്തതിന് ശേഷം ഈ വെള്ളക്കടല വേവുന്നതിന് ആവശ്യമായിട്ടുള്ള 2 കപ്പ് വെള്ളം നമുക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കഷ്ണം പട്ടയും 3-4 ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2-3 തക്കാളിയും 2 സവാള ഇതുപോലെ മുറിച്ചതും ഒരു പാത്രത്തിൽ ഇങ്ങനെ സൈഡിലായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ കറിക്ക് നല്ലൊരു കളർ കിട്ടുന്നതിനായിട്ട് ഇതേപോലെ 1 സ്പൂൺ തേയിലപ്പൊടി ഒരു തുണിയിൽ ഇതേപോലെ കിഴി പോലെ കെട്ടി നമുക്ക് കടല വേവിക്കുന്ന കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറിക്ക് വേവുന്നതിനനുസരിച്ചുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 3-4 വിസിൽ വരുന്നവരെ നല്ലതുപോലെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കുക്കർ നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്കിതിൻ്റെ അടപ്പ് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ കടലയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമ്മൾ കൈ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നല്ലതുപോലെ അറിയാൻ പറ്റും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ കളറിന് വേണ്ടി ഇട്ടിരുന്ന തേയിലപ്പൊടിയും അതേപോലെ വെന്ത തക്കാളിയും സവാളയും കൂടി നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു പാൻ ചൂടാക്കാം. ചൂടായ പാനിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾ ഓയിലാണ് 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ കടലക്കറി ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് ചൂടായ എണ്ണയിലേക്ക് ആദ്യം നമുക്ക് ജീരകവും 1/2 ടേബിൾ സ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കടല വേവിക്കുന്ന സമയത്ത് നമ്മൾ തക്കാളിയും ഉള്ളിയും കൂടെ വേവിക്കാനായിട്ട് വെച്ചിരുന്നല്ലോ, അതൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ പേസ്റ്റ് ചെയ്തെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയുടെയും പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടിതൊന്ന് വഴറ്റി കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അതേപോലെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ ചോലെ മസാല പൗഡറാണ് ചേർക്കുന്നത്. ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് നമുക്കിത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 2 മിനിറ്റോളം നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ മസാലയുടെ ആ പച്ചമണം എല്ലാം മാറിയതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്നതായ കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കടല വേവിച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കറിക്ക് അല്പം ഉപ്പിൻ്റെ ആവശ്യമുണ്ട്, അപ്പോൾ ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് വീണ്ടും. അതേപോലെ അവസാനമായിട്ട് കുറച്ച് ഗരം മസാലയാണ് ചേർക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് 2-3 മിനിറ്റ്, ഓൾറെഡി ഇത് വെന്തതായതുകൊണ്ട് നമുക്കിതൊന്ന് 2-3 മിനിറ്റ് ചെറു തീയിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 2-3 മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ അടപ്പ് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ചോലെ മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട്. നമ്മളിത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് നമ്മളിത് റെഡിയാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചോലെ മസാലക്കറി വെള്ളക്കടലക്കറി ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് അടച്ചു വയ്ക്കാം. ഈ കറിക്കൊപ്പം ഞാൻ കഴിക്കുവാൻ വേണ്ടി ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തിയുടെ മാവൊക്കെ ഞാൻ നേരത്തെ കുഴച്ച് വെച്ചിരുന്നു. അതിൻ്റെ ഒരു ഫുൾ വീഡിയോ, ചപ്പാത്തി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ പിന്നെ ഇടുന്നതായിരിക്കും. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴായിരിക്കും പല വീട്ടമ്മമാരും നമ്മൾ ഈ രാവിലെ കാപ്പിക്ക് എന്തായിരിക്കും, മക്കൾക്ക് എന്താ കൊടുക്കുക എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകുന്നത്. ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഇതേപോലെ വെള്ളക്കടലയാണ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ വെള്ളത്തിൽ കുതിർക്കാൻ ഇടുക. രാവിലെ ഇതേപോലെ കറി ഉണ്ടാക്കുക. കൂടെ തന്നെ ചപ്പാത്തിയോ പൂരിയോ എന്തെങ്കിലും ഉണ്ടാക്കി നമുക്ക് കഴിക്കാവുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ കഴിക്കാൻ നല്ല രുചിയിലും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യുന്നൊരു കറിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പുതിയൊരു റെസിപ്പിയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. ഗോഡ് ബ്ലെസ് യു ഓൾ.